തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് സമഗ്ര അന്വേഷണം നടത്തും. പ്രതികളായ ഭവിന്റെയും അനീഷയുടെയും വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തും. കേസിൽ അറസ്റ്റിലായ ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. MS ലിഷോയ് ചേരുന്നു വിശദവിവരങ്ങളുമായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. നാടിനെ ഞെട്ടിച്ച ക്രൂരത എന്ന് വെറും വാക്കിൽ പറഞ്ഞു കളയാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷെ അതിന് വഴിത്തിരിവായത് ഭവിന്റെ ഇടപെടലും. രണ്ടാളും ചേർന്നാണ് ഈ ക്രൂരത നടത്തിയത്. 2 ദിവസമായി നമ്മൾ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പോലീസിന്റെ തീരുമാനം എന്താണ്? നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെ ലിഷോയ്? മോദി, ഇന്നലെ രാവിലെയാണ് നാടിനെ ഞെട്ടിച്ച ഒരു വെളിപ്പെടുത്തലുണ്ടായത് ഭവിൻ്റെ ഭാഗത്തു നിന്നും. ഇത്തരത്തിൽ തൻ്റെ 2 കുഞ്ഞുങ്ങളെ ഈ അനിത കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പിന്നീട് നടത്തിയ വലിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങളുടെ എല്ലാം തന്നെ ചുരുളഴിയുന്നത്. ഇന്നിപ്പോൾ പ്രധാനമായും നടക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ 2 കുഞ്ഞുങ്ങളെയും കുഴിച്ചിട്ട ഇടം അവിടെ ഫോറൻസിക് സംഘം എത്തി പരിശോധിക്കും. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇത് കുഴിച്ചിട്ട ഇടവും അതിനോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി ബന്ധപ്പെട്ട അതെല്ലാം തന്നെ DNA പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തി അത് മാച്ചാകണം. എന്നാലാണ് ശാസ്ത്രീയമായി ഈ കേസ് തെളിയിക്കാൻ കഴിയുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ ഈ ഇരുവരുടെയും ഈ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശോധന, അതും DNA പരിശോധന, അതും ഇന്ന് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ഏകദേശം 10 മണിയോടുകൂടി ഫോറൻസിക് സംഘം ഭവിൻ്റെ വീട്ടിലാണ് ആദ്യം എത്തുക. ഭവിൻ്റെ വീട്ടിലെത്തിയ ശേഷം ആ കുഞ്ഞിൻ്റെ ദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന ഇടത്തേക്ക് എത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്യും. അവിടെ 2024 ഈ സംഭവം നടന്നത്. ആ സ്ഥലത്ത് പരിശോധന നടത്തി അവിടെ നിന്നും ശേഖരിക്കാൻ കഴിയുന്ന തെളിവുകളൊക്കെ തന്നെ അവിടെ നിന്ന് ശേഖരിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് വീണ്ടും അനിതയുടെ വീട്ടിലേക്ക് ഈ സംഘം പോവുക. അവിടെ അനിതയുടെ വീട്ടുവളപ്പിൽ തന്നെ അനിത തന്നെയാണ് കുഴിച്ചിട്ടത് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ അവിടെയും പരിശോധന നടത്തും. പ്രധാനമായും ഈ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട കേസാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രസവശേഷം കുഞ്ഞ് നിലവിളിച്ചപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞിൻ്റെ വാ പൊത്തിപ്പിടിക്കുകയും അതിനെ തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തതായാണ് പോലീസിൻ്റെ ഒരു നിഗമനം ആയി ഇപ്പോൾ ഉള്ളത്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമായി ഇവരെ ചോദ്യം ചെയ്ത ശേഷം കൃത്യമായ തെളിവ് ശേഖരണം കൂടി ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഈ അസ്ഥികളുടെ ഒരു പരിശോധനയും അതൊക്കെ തന്നെ കൃത്യമായി നടത്തി വേണം ഒരു അന്തിമമായ ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താനായുള്ളത്. ശാസ്ത്രീയ പരിശോധനകൾ മാത്രമാണ് ഇനി ഈ ഒരു കാര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസ് തെളിയിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കാനുള്ളത്. കാരണം ഈ കേസിൽ ദൃക്സാക്ഷികളില്ല. അതുമാത്രമല്ല, മൊഴികളുടെ അടിസ്ഥാനത്തിൽ സാഹചര്യ തെളിവുകൾ കൃത്യമായി ഒരുക്കി വേണം ഈ കേസ് കോടതിയിൽ സമർപ്പിക്കാനായി. അല്ലെങ്കിൽ ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോകാൻ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പോലീസിനോട് സമ്മതിച്ചിട്ടില്ല. അതേ തുടർന്ന് ഈ മറവ് ചെയ്ത സ്ഥലമടക്കം കാട്ടിക്കൊടുക്കുകയും ചെയ്തില്ലേ തെളിവെടുക്കുന്ന സമയത്ത്, അല്ലേ? തീർച്ചയായും അത് അനീഷയുടെ മൊഴിയാണ്. അനീഷ ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോടതിയിലെത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വേണമെങ്കിൽ മാറ്റി പറയാൻ സാധിക്കും. അതൊരു പക്ഷേ ഈ ഒരു കേസിനെ ദുർബലമാക്കാനായി ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ശാസ്ത്രീയ തെളിവുകൾ കൂടുതലായി ശേഖരിക്കുന്നത്. കാരണം ശാസ്ത്രീയ തെളിവുകൾ കൃത്യമായി ശേഖരിച്ച് അത് ഈ ഒരു കോടതിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഈ തെളിവുകളിൽ നിന്ന് പിന്നീട് പ്രതികൾക്ക് രക്ഷപ്പെടാനായി കഴിയില്ല. അതാണ് ഈ പ്രതികളുടെ മൊഴികൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് പോലീസിന് ഈ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദൃക്സാക്ഷികൾ ഇല്ലാത്തതിനാൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു കേസിൽ പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഗമനം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു കാര്യത്തിലേക്കാണ് അന്വേഷണം വിരൽ ചൂണ്ടുന്നത്. ശരി ലിഷോയ്.